നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ജനറേറ്റീവ് AI വാറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ചാറ്റ് ജി പി ടിയുടെ ഭാഗത്തുനിന്നുണ്ടായ പുതിയൊരു ഡെവലപ്മെൻ്റ് ആണ് GPT-4o. We are launching our new flagship model, and we are calling it GPT-4o. ഈ GPT-4oയിൽ O സ്റ്റാൻഡ്സ് ഫോർ ഒമിനി എന്നാണ്. അത് അവരുടെ ന്യൂ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. അപ്പോൾ അതിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഗൂഗിൾ IOയിൽ അനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരുപടി മുൻപിലെ അവർ കുറേ ഫീച്ചേഴ്സ് അനൗൺസ് ചെയ്തു. അപ്പോൾ ഏറെക്കുറെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൂഗിൾ IOയുടെ അകത്ത് അവരും പറയുന്നത്. അപ്പോൾ വലിയൊരു വാറാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. GPT-4o നമുക്കറിയാം GPT 3.5 വരെയാണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 4 പർച്ചേസ് ചെയ്യണമായിരുന്നു. ഇവിടെ 4o ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ അത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ നോർമൽ യൂസേഴ്സിന് GPT-4ൽ കിട്ടിക്കൊണ്ടിരുന്ന ചില ഫീച്ചേഴ്സൊക്കെ ഇതുവഴിയായിട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഓഡിയോയും വിഷനും ഒക്കെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്ക് അതിനോട് സംസാരിച്ച് ലൈവ് കോൺവെർസേഷൻ നടത്തിയിട്ട് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഒരു ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കാണുന്ന വിഷ്വൽസിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് റിയൽ ടൈം റെസ്പോൺസ് കിട്ടും. അതുപോലെ റിയൽ ടൈം ട്രാൻസ്ലേഷൻസ് നടത്തും. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് അവർ ഇതിൻ്റെ അകത്ത് അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയുടെ ഡെസ്ക്ടോപ്പ് വെർഷനും റിലീസായ കാര്യമാണ് അവർ ഇതിൻ്റെ അകത്ത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനായിട്ട് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാനും നമ്മുടെ കോണ്ടെക്സ്റ്റിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്കതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ സാധിക്കും. ഈ GPT-4o ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GPT-4ൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുകൂടാതെ ഈ എക്സ്ട്രാ ഫീച്ചേഴ്സ്, അതായത് ഈ വിഷ്വൽ പ്രോസസ്സ് ചെയ്യാനായിട്ടും ഓഡിയോ പ്രോസസ്സ് ചെയ്യാനായിട്ടും റിയൽ ടൈം കോൺവെർസേഷൻസ് നടത്താനൊക്കെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം കൂടെ ചേർന്നാണ് GPT-4o വരുന്നത്. അതുപോലെ തന്നെ ഈ GPT-4o മോഡൽ 2 times ഫാസ്റ്റർ ആണെന്നും ചീപ്പർ ആണെന്നാണ് പറയുന്നത്. അതായത് അവരുടെ APIയുടെ കോസ്റ്റ് 50% കുറഞ്ഞു, സ്പീഡ് അത് 2 times ഫാസ്റ്റർ ആയി. Hey, ChatGPT, I'm Mark. How are you? Oh, Mark. I'm doing great. Thanks for asking. Oh, a bedtime story about robots and love? വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സംസാരിക്കുന്നത് ഒരു AI സിസ്റ്റത്തിനോടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടോണാണ് അതിന് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിനെ എപ്പോഴും വേണമെങ്കിലും ഇൻറ്ററപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. 4. Yep, Let's work- exactly. So what's the അതുപോലെ തന്നെ ഈ തരുന്ന റെസ്പോൺസിൻ്റെ വോയിസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ റെസ്പോൺസിൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റോബോട്ടിക് വോയിസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വോയിസിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് പകരമായിട്ട് പാട്ട് പാടുന്ന പോലെയുള്ളൊരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Robot found another robot friend. അതുപോലെ തന്നെ വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ വിഷൻ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് ഇതേപോലത്തെ ഒരു ഫീച്ചർ തന്നെയാണ് ഗൂഗിൾ IOയുടെ അകത്ത് അവർ ആസ്ട്ര എന്നുള്ള പ്രൊജക്റ്റിൻ്റെ അകത്തും പറയുന്നത്. ഒരു പേപ്പറിൽ ഡ്രോ ചെയ്യുന്ന ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഡെമോയിൽ കാണിക്കുന്നുണ്ട്. 3x plus 1 equals 4. Yep, Let's work- exactly. So what's the first step I should take to try to solve this? The first step is to get അത്തരത്തിലൊരു റിയൽ ടൈം ക്യാമറേനെ ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഗൂഗിൾ ആസ്ട്ര റിലീസ് ചെയ്യുമ്പോൾ അതും ഇതും തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയുടെ ഡെസ്ക്ടോപ്പ് വെർഷൻ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പ് വെർഷൻ ഉപയോഗിച്ചിട്ട് കോഡ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കോഡ് കാണാൻ സാധിക്കും. ഈ കോഡിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് ഇതിന് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ കോഡ് സെലക്ട് ചെയ്തിട്ട് അത് കോപ്പി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് GPT ആക്സസ് ചെയ്യാൻ കിട്ടും. ദെൻ ആ ക്വസ്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള ആൻസറും GPT നമുക്ക് പ്രൊവൈഡ് ചെയ്യും. It smooths the average temperature, minimum temperature, and maximum temperature columns by applying a rolling mean over the specified window. അതുപോലെ ചാറ്റ് ജി പി ടിയുടെ വിഷൻ കേപ്പബിലിറ്റി ഡെസ്ക്ടോപ്പിൻ്റെ അകത്തും കൊണ്ടുവരാൻ സാധിക്കും. അതിന് സ്ക്രീനിൽ ഇപ്പോൾ ഉള്ളത് എന്താണെന്നുള്ളതനുസരിച്ചുള്ള റെസ്പോൺസ് തരാൻ സാധിക്കും. I'm sharing with you the plot now. I'm wondering if you can give me a really brief one-sentence overview of what you see. The plot displays smoothed average, minimum, and maximum temperatures throughout 2018. മറ്റൊരു എക്സൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ലൈവ് ട്രാൻസ്ലേഷൻ ആണ്. I would like you to function as a translator. I have a friend here who only speaks Italian, and I only speak English. And every time you hear English, I want you to translate it to Italian. And if you hear Italian, I want you to translate it back to English. Is that good? Perfetto. Mark, io mi chiedo se le balene potessero parlare, cosa ci direbbero? Mike, she wonders if whales could talk, what would they tell us? They might ask, how do we solve linear equations? Potrebbero chiederci come risolviamo le equazioni. ഇത് ഖാൻ അക്കാഡമി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ആളും ആളുടെ മകനും ഈ GPT-4o ടെസ്റ്റ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഖാൻ അക്കാഡമി എന്ന് പറയുന്ന സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒത്തിരി ട്യൂട്ടോറിയൽസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. കോഴ്സസ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ GPT-4o ആക്ച്വലി ഈ കുട്ടിക്ക് ഒരു ആൻസർ പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു പഠിപ്പിക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് ആളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിപ്പിക്കുകയാണ്. ആൾക്ക് ഡൗട്ട് വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ സോൾവ് ചെയ്യുകയാണ്. സോ ഇത് എഡ്യൂക്കേഷൻ രംഗത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഏരിയയിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഐഡിയ. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു വീഡിയോയിൽ 2 GPTs തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു GPT മറ്റൊരു GPTയോടെ സംസാരിച്ച് അങ്ങനെ അവർ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പുതിയ മോഡലിൻ്റെ കേപ്പബിലിറ്റീസ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് അവരിവിടെ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള സിനാരിയോസാണ് ഓരോ വീഡിയോയുടെ അകത്തും ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. It looks like someone's having a birthday. Are you celebrating a special day or just finding an excuse to eat cake? Well, hello there, cutie. What's your name, little fluff ball? This is Bowser. All right, what do you call a giant pile of kittens? I don't know. What? A mountain. A mountain. That's perfectly hilarious. Is the king in residence at the moment? Yes, it looks like the king is in residence right now. The royal standard flag is flying above Buckingham Palace, which is the signal that the monarch is present. Right now, the ducks are gently gliding across the water. They're moving in a fairly relaxed manner, not in a hurry. Occasionally, one of them will dip its head under the water, probably looking for food, and then pop back up. സോ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അതിൻ്റെ വിഷൻ കേപ്പബിലിറ്റി ആണെങ്കിലും ഓഡിയോ പ്രോസസ് ചെയ്യുന്ന കേപ്പബിലിറ്റി ആണെങ്കിലും എക്സലൻ്റ് ആണ്. ഇനി ഈ ഡെമോയിലൊന്നും കാണാത്ത എന്നാൽ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഈ ഇമേജ് ജനറേഷനാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തേക്കാണ്. അതായത് ഒരു റോബോട്ട് ഒരു ടൈപ്പ് റൈറ്ററിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനാണ്. ആ ടെക്സ്റ്റിൻ്റെ സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന ടെക്സ്റ്റാണ് ഇവിടെ അത് ടൈപ്പ് ചെയ്യുന്നതായിട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്തേക്കാണ്. ഇനി മറ്റൊരു പ്രോംപ്റ്റിൽ അതായത് കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയാൽ ഈ പേപ്പറിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അത് അതിൻ്റെ വ്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് പുതിയൊരു ഇമേജ് ജനറേറ്റ് ചെയ്തേക്കാണ് ഈ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് വെച്ചിട്ട്. ദെൻ അടുത്തൊരു ഇമേജ് ഈ റോബോട്ടിന് ഈ ടൈപ്പ് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, അതായത് കീറിക്കളയുന്ന ഒരു ഇമേജ് ഒരു പടം ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പേപ്പർ ഈ റോബോട്ട് കീറിക്കളയുന്ന ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തേക്കാണ്. മറ്റൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്ന ഒരു വിഷ്വൽ നറേഷൻ പറയുന്നതാണ്. അതായത് ഒരു മെയിൽ ഡെലിവറി പേഴ്സൺ, ആ മെയിൽ ഡെലിവറി പേഴ്സൻ്റെ ഒരു കാർട്ടൂൺ ഇമേജ് ഡ്രോ ചെയ്യാനായിട്ട് പറഞ്ഞേക്കാണ്. അപ്പോൾ അതിനുള്ളൊരു ഇമേജ് ജനറേറ്റ് ചെയ്തു. ഇനി അടുത്ത പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഈ ഇമേജ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടാണ്. ഈ ഇമേജ് അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ആ മെയിൽ ഡെലിവറി പേഴ്സണെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കി സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓരോ സിനാരിയോസ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു വീട്ടിൽ ലെറ്റർ കൊടുക്കാനായിട്ട് വരുന്ന ഇമേജ് ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ സെയിം ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ആ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്നു. ഇനി ഇതേ മറ്റൊരു സിനാരിയോ പറയുകയാണ്, ഒരു പട്ടി കടിക്കാൻ ഓടിക്കുന്ന സിനാരിയോ. അതിനനുസരിച്ചുള്ള ഇമേജ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ കാർട്ടൂൺ ക്യാരക്ടറിനെ വെച്ചിട്ട് അത് ജനറേറ്റ് ചെയ്ത് തരികയാണ്. ഇത് മറ്റൊരു എക്സാമ്പിളാണ്. അതായത് ഡിറ്റക്റ്റീവ് എന്നുള്ള മൂവിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അതിൽ 2 ഇമേജസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഈ 2 ഇമേജ് വെച്ചിട്ട് ഡിറ്റക്റ്റീവ് എന്നുള്ള മൂവിയുടെ പോസ്റ്റർ ജനറേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ആദ്യം അത് ജനറേറ്റ് ചെയ്ത ഔട്ട്പുട്ട് ഇതാണ്. ദെൻ അതിൽ കുറച്ച് കറക്ഷൻസ് വരുത്താൻ ഇവിടെ പറഞ്ഞേക്കാണ്. അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കാണ്. ദെൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് പിന്നെ റെൻഡർ ചെയ്ത് വന്ന ഇമേജ് ഇതാണ്. ക്യാരക്ടർ ഡിസൈൻ്റെ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫ്രണ്ട്ലി ലുക്കിംഗ് റോബോട്ടിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരാൻ പറയുന്നു. ദെൻ അത് ബേസ് ചെയ്തിട്ട് അത് വെച്ചിട്ടുള്ള മറ്റ് പല പ്രോംപ്റ്റ്സ് കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഇമേജസ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നു. റോബോട്ട് കുക്ക് ചെയ്യുന്നതും സൈക്കിൾ ഓടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഇമേജസ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നു. മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിനെ ഒരു ഡയറിയിലൊക്കെ എഴുതുന്ന സ്റ്റൈലിൽ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരിക. അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കാണാം. ഇതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. സിംഗിൾ കോളമായിട്ട് കുറച്ചുകൂടെ നീറ്റായിട്ട് വേറൊരു സ്റ്റൈലിൽ എഴുതിയേക്കുന്നു. അതിൻ്റെ പല എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ക്രിയേറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചേക്കുന്നത് ChatGPTയുടെ ആ ലോഗോ കൊടുത്തിട്ട് ആ ലോഗോ വെച്ചിട്ട് ഒരു കോയിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചേക്കാണ്. അപ്പോൾ ഇത് ChatGPTയുടെ ലോഗോ വെച്ചിട്ട് ഒരു കോയിൻ ഡിസൈൻ ചെയ്തേക്കാണ്. സോ ഇത്തരത്തിലുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് ജനറേഷൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പല തരത്തിലുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മറ്റൊന്നാണ് ഫോട്ടോനെ കാരിക്കേച്ചറായിട്ട് മാറ്റുന്നത്. ഒരു ഫോട്ടോ അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നു, ദെൻ അതിനെ ഒരു കാരിക്കേച്ചറായിട്ട് മാറ്റുന്നു. അതിൻ്റെ പല എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് 3D റെൻഡറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. അതായത് റിയലിസ്റ്റിക് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു 3D റെൻഡറിങ് OpenAIയുടെ ലോഗോ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ്. അപ്പം അത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്ന ഇമേജസ്, ഈ ഇമേജ് കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണത്.
അതിൻ്റെ പല എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു എക്സാമ്പിൾ ഒരു ലോഗോ ഒരു പർട്ടിക്കുലർ സർഫസിൻ്റെ അകത്ത് കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ ടോപ്പ് പോർഷൻ വുഡൻ സർഫസും താഴത്തെ ഭാഗം മാർബിളുമാണ്. അപ്പോൾ ഈ ലോഗോ കറക്റ്റ് ഇതിന് സ്യൂട്ടാവുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തന്നേക്കാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്ന എക്സാമ്പിൾസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലി കൊണ്ടുവരാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. എന്തായാലും ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മേ ബി ഇത് ഫ്രീ ആയിട്ട് തന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അവർ കുറച്ചുകൂടെ വലിയ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓൾറെഡി ChatGPTയുടെ പ്രീമിയം വെർഷൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഫീച്ചേഴ്സാണ് GPT-4ൻ്റെ അകത്തുള്ള, അതായത് 3.5നേക്കാളും അഡ്വാൻസ്ഡാണ് GPT-4. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒന്നും വെബ് ബ്രൗസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന 3.5 വരെയുള്ള മോഡൽ എന്ന് പറയുന്നത് ഓൾറെഡി അതിന് ട്രെയിൻ ചെയ്ത ഇൻഫർമേഷൻ മാത്രമേ അറിയത്തുള്ളൂ. അതേസമയം പുതിയൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വെബ് സെർച്ച് ചെയ്തെടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. പക്ഷേ അത് GPT-4ലുണ്ട്. ഇതേ ഫീച്ചർ GPT-4o വഴിയായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ കസ്റ്റം GPTസിൻ്റെ ഓപ്ഷൻ കിട്ടും. കസ്റ്റം GPT എന്ന് പറയുന്ന ChatGPTയുടെ ഒരു കസ്റ്റമൈസ്ഡ് വേർഷനാണ്. അതായത് നമുക്ക് കസ്റ്റം GPTs ക്രിയേറ്റ് ചെയ്യാം. പ്രീമിയം കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രോംപ്റ്റ് വരും. ആ പ്രോംപ്റ്റിൽ പറയുന്ന ഫീച്ചേഴ്സ് അനുസരിച്ചുള്ള ഒരു ചാറ്റ് ബോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പബ്ലിഷ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ തേർഡ് പാർട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള GPTs ആണിത്. ഇത് പ്രീമിയം കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ഈ GPT-4o വഴിയായിട്ട് വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം ആക്സസിബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിനെപ്പറ്റി അറിവില്ല. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കിട്ടും. അതായത് നമുക്കൊരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ആ ഇമേജിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ഈ GPT-4o വഴിയായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ കിട്ടും. ഈ ഫീച്ചേഴ്സൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടോക്കണിനൊരു ലിമിറ്റ് ഉണ്ടാവും. നമ്മൾ കുറച്ച് മെസ്സേജ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ChatGPTയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ ആ ടോക്കൺസ് എക്സ്പയർ ആവും. പിന്നെ നമുക്ക് അടുത്ത ദിവസം മാത്രമേ നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ ഇവാലുവേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവാലുവേഷനിലൊക്കെ ഈ GPT-4o ബാക്കിയുള്ള എല്ലാ മോഡൽസിനേക്കാളും പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രാഫിൽ അവർ കാണിച്ചിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ ഈ GPT-4o എങ്ങനെ ആക്സസ് ചെയ്യാമെന്നും അതിൻ്റെ പല എക്സാമ്പിൾസൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് ടിൻറ്റു സൈനിങ് ഓഫ്.